ഒരു പ്രത്യേകതരം വല ഉപയോഗിച്ച് 10-70ഓളം വരുന്ന ആൾക്കാർ മത്സ്യബന്ധനം നടത്തുന്ന ഒരു രീതിയാണ് കമ്പവലയിട്ട് മീൻ പിടിക്കൽ എന്ന് പറയുന്നത്. ഇത് വലിയൊരു വള്ളത്തിൽ പോയിട്ട് കമ്പവലയുമായിട്ട് വലകൾ ഒരുപാട് തരത്തിലുണ്ട്. കമ്പവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്ന് 50 മുതൽ 100ഓളം പേര് നിന്ന് വലിച്ചു കയറ്റുന്ന ഒരു ഫിഷിംഗ് രീതിയാണിത്. ഇത് ഒരു വലിയ വള്ളത്തിൽ അതിരാവിലെ പോയി ഒരു വൃത്താകൃതിയിൽ ഈ വലയ കടലിലേക്ക് വലിച്ചിടും. അതായത് 2 ദിക്കിൽ നിന്നുകൊണ്ടായിരിക്കും. ഒരു ദിക്കിൽ നിന്ന് വല ഇട്ടുപോയി മറു ദിക്കിലേക്ക് ഈ വള്ളം വന്ന് കഴിയുമ്പോൾ അതിൻ്റെ 2 എൻഡും കരയിലുണ്ടാകും. എന്നിട്ട് കരയിൽ നിന്ന് 100ഓളം വരുന്ന ആൾക്കാർ വളരെ ശക്തമായി ഒരു പ്രത്യേക താളത്തിൽ അവരുടേതായ മീൻപിടന അവരുടെ ജോലി ആയാസകരമാകാത്ത രീതിയിൽ ഒരു പ്രത്യേക താളത്തിൽ വല കരയിലേക്ക് പിടിച്ചടിപ്പിക്കുന്ന രീതിയാണ് കമ്പവല ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നല്ല രീതിയിൽ മത്സ്യത്തിനെ ഒരു തരത്തിലും നോവിക്കാത്ത രീതിയിൽ ഫ്രഷായിട്ട്, അതായത് ചൂണ്ടയിടുമ്പോൾ പോലും അതിൻ്റെ നാക്കിൽ തൊണ്ടയിൽ കുരുത്തിട്ടാണ് ആ മീൻ പിടിക്കുക. ഫ്രഷ് മീൻ ഈ കര എത്തുന്നത് വരെയും ജീവനുണ്ടാവും. കരയിൽ വന്നതിന് ശേഷമായിരിക്കും അത് പിടച്ച് ചത്തിട്ടുണ്ടാവുക. അപ്പം നല്ല ഫ്രഷായിട്ടുള്ള മീൻ പിടിക്കുന്ന സമയത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുകയിൽ നിന്ന് നേരിട്ട് ഇത് കാണാനായിട്ട് തന്നെ ഒരുപാട് പേര് 100കണക്കിന് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇതൊരു നല്ല ഒരു ഫിഷിംഗ് രീതിയാണ്. പണ്ട് മുതൽക്കേ നിലനിന്നിരുന്ന ഒരു ഫിഷിംഗ് രീതിയാണ്. ഒരു വള്ളത്തിലോ വലിയൊരു ബോട്ടിലോ ഒക്കെ പോയാലും 40 പേര് 50 പേരായിരിക്കും പണിയെടുക്കുക. മാനുവലായിട്ടായിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. മാൻ പവറാണ് ഫുള്ള് ഇതിൻ്റെ ഉപയോഗിക്കുക.